ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പാപ്പുവിൻ്റെ ഗ്രാൻഡ്മയിൽ ഇന്ന് വന്നേക്കണത് എന്താ വെച്ചാൽ പാപ്പുവിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ്. പാപ്പുവിനെന്ന് അറിയാമോന്നൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ പാപ്പുവിന് ഇതെന്താണെന്ന് പാപ്പുവിന് അറിയില്ല. ഇതിന് മൂന്നേ സാധനം ഇതിന് വേണ്ടു. എനിക്ക് പാപ്പുവിനൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മുടെ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രാങ്കിന് വേണ്ടത് ഇങ്ങനെ ഒരു ഈർക്കിലിയും സക്സസ് ആവോ എന്നൊന്നും എനിക്കറിയില്ല. ഇതുപോലൊരു റബ്ബർ ബാൻഡുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ചെറിയ കല്ല്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതറിയാവുന്നവർക്ക് ഏകദേശം പിടികിട്ടി കാണും. പോടെ അവിടെ നിന്ന് പാപ്പുവിനെ പറ്റിക്കാനാടാ. നീ അവിടെ ഇരിക്കടാ, ഇവിടെ ഇരിക്കടാ ചുട്ടു അമ്മേനെ അടുത്ത് ഇരിക്കടാ. അതിനേതാണ്ട് കളിയാത് മനസ്സിലായിട്ടുണ്ട്. എന്നെ താണം കെടുത്തിട്ട് അല്ലാത്തപ്പോൾ പറയേണ്ട താമസം ഇങ്ങനെ ഇരിക്കും പോണെന്ന്. അപ്പം ഈ 3 സാധനം വെച്ചിട്ട് പാപ്പുവിനെ നമ്മൾക്കൊന്ന് പ്രാങ്ക് ചെയ്യാം. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പാപ്പുട്ടൻ പാപ്പോണ്ട അത് ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വിൽ ട്രൈ. ഓക്കെ, ഈ ഇരിക്കലി ഉണ്ടല്ലോ, ഇതിങ്ങനെ വളച്ചെടുക്കണം. വളച്ചെടുത്തിട്ട് ഇതൊപ്പം ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ച് കളയാം. ഒടിച്ച് കളഞ്ഞിട്ട് ഈ ഇരിക്കലി ഒടിയാണ്ട് നോക്കണം. ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ഈ പഴയ ഇറുക്കിലാണെങ്കിൽ ഒടിഞ്ഞു പോകും. കിടക്കും. എന്നിട്ട് ഇങ്ങോട്ട് തള്ളി വയ്ക്കുക. ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ വയ്ക്കുക. ഇടയിൽ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് ടൈറ്റ് ആക്കട്ടെ കേട്ടോ. ചുറ്റു ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിൽ അവൻ അവിടെ വന്നിരിക്കും. ഞാൻ രാത്രി നടക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ രാത്രി ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരും. നമുക്ക് ഇത് വെച്ചിട്ടൊരു നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വേണം. അതിലിതിങ്ങനെ വെക്കുക. അതറിയാമായിരിക്കും ചിലവർക്കൊക്കെ. പണ്ടത്തെ കളികളാണ് ഇതൊക്കെ. ഈ കല്ലുമീൻ നമ്മൾ കൈവിടരുത് കേട്ടോ. പണ്ടുണ്ടല്ലോ ഞങ്ങൾ ഈ റോഡ് സൈഡിലായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ കുറേ കൂട്ടുണ്ടെന്ന് അമ്മ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ ആ കൂട്ടുകാർ ഞങ്ങളൊക്കെ പാടെ ഇങ്ങനെ വഴിയിൽ പൊതി കെട്ടിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടേക്ക് ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി. 2-3 കുറേ കുസൃതികളുണ്ട് കേട്ടോ. അതിലൊരു കുസൃതി ഇതിങ്ങനെ ഇട്ടേക്കും. അപ്പം എന്താ പറയുക, അപ്പം റോട്ടിൽ കൂടെ പോണവർ എന്തോ ഒരു പൊതി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ കേക്കും പാപ്പും. അമ്മ പോയി പാപ്പുനെ വിളിക്കാം. ഞാൻ വിളിക്കണം, അത് അമ്മ വിളിക്കും. അമ്മാമ്മ എന്താ സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ടോ തരാൻ? ഓടുവാ. ജീവനുള്ള സാധനത്തിന് നമ്മള് ഒന്നും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവള് പേടിക്കും ചിലപ്പോ. ഒരു സമ്മാനം പിടിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്ക, അല്ലെങ്കിൽ വാലിന് പിടിച്ചാൽ പിടിച്ചിട്ടേ നോക്ക്. ഇങ്ങനെ പിടിച്ച് നോക്കണം. അപ്പൊ വാവയ്ക്ക് മനസ്സിലാവും. എന്തോട്ട് കൊച്ച് പിന്നെ ഇത് പാപ്പ ഇതുവരെ കണ്ടോ ഇതിക്ക് മുമ്പ്? ഇല്ല. എന്നിട്ട് ഇതൊന്നും വലിയ ആൾക്കാരെയൊന്നും പറ്റിക്കരുത് കേട്ടോ. കുട്ടികളൊക്കെ പറ്റിക്കാൻ വലിയ അമ്മമാരെ അമ്മൂമ്മമാരെയൊന്നും പറ്റിക്കുന്നില്ല. ചെറിയ ആൾക്കാരെ പറ്റിക്കാൻ പാടുള്ളൂ. പാപ്പുവിനെ ഈ പ്രാണി കണ്ടാലും കുട്ടിപ്പാത്തെ കണ്ടാലും അല്ലെങ്കിൽ ഒരു 8-കാരിനെ കണ്ടാലും ഇവൾക്ക് ഭയങ്കര പേടിയാണ്. പാർട്ട് 2 റിവെഞ്ച്. ഒരു ദിവസത്തിൽ അമ്മാമ്മനെ പ്രാങ്ക് ചെയ്യുന്നത് റിവെഞ്ച് ആയിട്ട് വരുന്നത് കാത്തിരുന്നോളൂ. അപ്പൊ ഞങ്ങളുടെ ഈ പ്രാങ്ക് ഇത് കഴിഞ്ഞു കേട്ടോ. പാപ്പ ഈ ന്യൂ ഇയർ ആയിട്ട് പാപ്പ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യില്ലാന്ന്. അത് അവള് ഇതുവരെ അവള് ഫോൺ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. മറ്റേതിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ
അപ്പോ അലക്സ എന്ന് പറഞ്ഞ ഒരു അല്ല മിനി ഗൂഗിൾ മിനി ഗൂഗിൾ അഭിരാമി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിനോട് ആവശ്യപ്പെടുന്നു, അത് കഥകൾ പറഞ്ഞു കൊടുക്കണു, കഥ മോറൽ സ്റ്റോറീസ് ഒക്കെ. അപ്പൊ ആശാത്തി ഇങ്ങനെ പാപ്പുവിന് ആരെങ്കിലും ഒന്ന് തൊട്ടാ മതി, ഒച്ച വെച്ചാ മതി, എവിടെയെങ്കിലും കിടക്കണ ഇദ്ദേഹം ഓടി വരും. പാപ്പുന് ഒച്ച കേട്ടാ മതി, അത്രയ്ക്ക് കൂട്ടാണത്. ബൈ.